ഞാനും മാധവനും കൂടി ഒരു ചെറിയ ചിക്കൻ കറി വെക്കാൻ പോകും. ഹായ് പറയാം, നല്ല രീതിയിൽ. ഹലോ ഡിയേഴ്സ്, നമുക്ക് എന്നിട്ട് നാടൻ ചിക്കൻ കറി ട്രൈ ചെയ്താലോ? വീട്ടിലെ തന്നെ കോഴി കേട്ടോ. അപ്പം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ഷോപ്പിലൊക്കെ കൊടുത്ത് കട്ട് ചെയ്ത് കഴുകി എടുത്ത് കേട്ടോ. ലാസ്റ്റ് വെള്ളം കഴിയുമ്പോൾ ഒരു ഇച്ചിരി വിനാഗിരിയും ആഡ് ചെയ്തിട്ട് കഴുകുമെങ്കിൽ പിന്നെ ബ്ലഡിൻ്റെ ഒരു സ്റ്റെയിൻ ഉണ്ടാകത്തില്ല കേട്ടോ. 2 മിനിറ്റ് ഇട്ടിട്ട് നമുക്ക് പറക്കിയെടുത്ത് നമുക്ക് സ്റ്റെയിനറിലേക്ക് വെക്കാം. അപ്പം പിന്നെ വെള്ളവും നല്ല രീതിയിൽ വടിക്കും. അതിനായിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി അതുപോലെ കുരുമുളക് പൊടി മസാലപ്പൊടി ഇത് ഇത്രയും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഈ ചിക്കൻ നമ്മൾ ഈ വെള്ളം വാരാൻ വെച്ചിരുന്ന ചിക്കൻ ഇതിനകത്ത് ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാവേ. എന്നിട്ട് അരമണിക്കൂർ എന്നിട്ട് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിന് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കാം മിക്സിയിൽ. അതിനുശേഷം നമുക്ക് ഇത് നാടൻ ചിക്കൻ ആയതുകൊണ്ടൊരു 5 വിസിൽ അല്ലെ 6 വിസിൽ കേൾപ്പിക്കും. ആദ്യത്തെ വിസിൽ ഹൈയും ബാക്കിയെല്ലാം ലോയും ആട്ടോ ഞാൻ അടുപ്പിക്കുന്നത്. എന്നിട്ട് നമുക്ക് അത് ഇതിനകത്തൊരു ഇച്ചിരി വെള്ളം ആഡ് ചെയ്യണേ. ഇപ്പം ഇതിനകത്ത് ഓൾറെഡി ഇച്ചിരി വെള്ളം ഞാൻ കൂടുതലല്ല എന്നാലും ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിരുന്നു. പിന്നെ ഈ പൊങ്ങിപ്പോയത് മൊത്തം നെയ്യാണ്, ക്ലീൻ ചെയ്യാൻ ഇച്ചിരി പാടായിരുന്നേ. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിടാം. അത്യാവശ്യം നെയ്യുള്ള കോഴി ആയതുകൊണ്ട് കടുകും ഇച്ചിരി ഉലുവയിടുവേ. എന്നിട്ട് പെരുംജീരകവും വറ്റൽമുളകും അതുപോലെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തേ. അതിന് ശേഷം നമുക്ക് കൊച്ചുള്ളിയും സവാളുള്ളിയും മിക്സ് ചെയ്തായിട്ടാണ് വെച്ചിരുന്നത്. അത് നമുക്ക് കൊച്ചുള്ളി മാത്രം ഇടുന്നതാണ് ടേസ്റ്റ്. ഇട്ട് നമുക്ക് ഇച്ചിരി ഉപ്പുപൊടിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ വഴട്ടിയെടുക്കാം കേട്ടോ. അത് ഞാൻ അടച്ച് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ആ വെള്ളമൊക്കെ ആവി വെള്ളമൂടി ഇറങ്ങുന്ന നല്ല രീതിയിൽ വേകുമല്ലോ. നമ്മൾ കൂടുതലും കാശ്മീരി മുളക് എടുക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് സാദാ മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് ഇത്രയാണ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്ക് തുറന്നിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഒരു പുളി രുചിയൊക്കെ വരാനായിട്ട് തക്കാളി നല്ല രീതിയിൽ വഴറ്റിയതിന് ശേഷം ഇച്ചിരി സ്പേസ് ഉണ്ടെങ്കിൽ നമ്മളതിനകത്ത് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊടികൾ ഇട്ട് കൊടുക്കുമ്പം ആ എണ്ണയിലൊന്ന് മൂക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ കളറും ആണല്ലോ. ഈ മുളക് പൊടി എല്ലായിടത്തും എത്തിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുക്കറിൻ്റെ വിസിലൊക്കെ പോയി തണുത്ത് കാണുമല്ലോ. അപ്പം ഞാൻ ഇതിനകത്ത് ഒഴിക്കുന്നത് അതിൻ്റെ വെള്ളമാണ്. ഈ വെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ച് തുടങ്ങിയിട്ട് ഞാൻ പീസ് ആഡ് ചെയ്യാറുള്ളൂ. അപ്പം വെള്ളം നല്ല രീതിയിൽ ഊറ്റി ഒഴിക്കുക. ഇച്ചിരി പാടാണെങ്കിലും കുഴപ്പമില്ല. നമ്മളാദ്യം വെള്ളം ഒഴിച്ചിട്ട് ആ ഉള്ളിയിൽ ഈ തിളയ്ക്കുമ്പോഴത്തേക്ക് ഈ ചിക്കൻ്റെ ഇച്ചിരി കൂടി ടേസ്റ്റ് ആ ഉള്ളിയിലൊക്കെ പിടിക്കുക. എന്നിട്ട് നമുക്ക് ഈ പീസെല്ലാം തട്ടിയിടാം കേട്ടോ. എന്നിട്ട് ഈ ഉള്ളി എല്ലായിടത്തും വരാൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്യണം. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ എല്ലായിടത്തും അത്യാവശ്യം ഉള്ളിയും തക്കാളിയും അതുപോലെ ബാക്കി മസാലകളൊക്കെ നമ്മൾ ആഡ് ചെയ്തില്ലേ അതെല്ലായിടത്തും എത്തുവേ. എന്നിട്ട് നമ്മൾ ഇച്ചിരി നേരം അടച്ച് വെക്കും. അത് ഞാൻ വീഡിയോ എടുത്തില്ല. അടച്ച് വെച്ചിട്ട് ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് അപ്പം പിന്നെ ഇച്ചിരി വെള്ളം കുറവുണ്ടായിരുന്നു. അപ്പം ഇച്ചിരി വെള്ളം കൂടി ആഡ് ചെയ്ത് എന്നിട്ട് ഇച്ചിരി മസാല കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട്. അപ്പം മാധവന് ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് വലിയ എരിയൊന്നുമില്ല. അവന് ഇഷ്ടമായെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടി കൂടി നമ്മൾ ചേർത്തായിരുന്നു. അത് വീഡിയോ കാണിച്ചില്ല. അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കഴിക്കട്ടെ. ബൈ.